മാസപ്പടി കേസിൽ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് 77 ലക്ഷം രൂപ വായ്പ നൽകി. ഈടില്ലാതെയാണ് 77.58 ലക്ഷം രൂപ വായ്പ നൽകിയത്. CMRL ഉടമകൾ ഡയറക്ടർമാരായ നോൺ ഫിനാൻസിംഗ് സ്ഥാപനം വഴിയാണ് വായ്പ നൽകിയത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഷോൺ ജോർജ് സമർപ്പിച്ച രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രജനി, നേരത്തെ ഈ മാസപ്പടി വിവാദത്തിൽ വീണയ്ക്കടക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ഹർജി നൽകിയിരുന്നു. അതിന്മേലാണ് ഇപ്പോൾ അധിക വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു ഉപഹർജി കൂടി നൽകിയിട്ടുള്ളത്. അക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി ഷോൺ ജോർജ് നടത്തിയിട്ടുണ്ട്. 77 ലക്ഷം രൂപ വീണ വിജയന്റെ കമ്പനിക്ക് കടം നൽകിയതിൽ കൂടി അന്വേഷണം വേണം. ഈ CMRL കമ്പനിയുടെ ഉടമകൾ ഡയറക്ടർമാരായിട്ടുള്ള നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി വഴിയായിട്ടാണ് ഈ എക്സലോജിക്കിന് കടം നൽകിയിട്ടുള്ളത്. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഈടില്ലാത്ത രീതിയിൽ വായ്പ എന്നുള്ള രീതിയിൽ 77.58 ലക്ഷം രൂപ കൈമാറിയിട്ടുള്ളത്. നേരത്തെ വീണയ്ക്ക് കൊടുത്തിരുന്നത് സേവനം നൽകാതെ 1.72 കോടി രൂപയായിരുന്നു. ഇതിന് പുറമെയാണ് ഇത്തരത്തിൽ ഈടില്ലാത്ത രീതിയിൽ വായ്പ എന്നുള്ള ഒരു രീതിയിൽ 77.58 ലക്ഷം രൂപ കൂടി വീണ വിജയന് നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിലും സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നും ഷോൺ ജോർജ് ഹർജിയിലും ഈ അധികമായിട്ട് നൽകിയിട്ടുള്ള വിശദാംശങ്ങളിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും നാളെ ഈ ഹർജികൾ രണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിൽ നിലവിൽ ROCയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അത് മതിയായ ഒരു അന്വേഷണമല്ല. അതിലുപരി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൂടി അന്വേഷണം ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യമാണ് ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് കുരുക്കിൽ നിന്നും കുരുക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.